Hello guys, welcome to This Dimensions. Okay, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പെർസ്പെക്റ്റീവ് വ്യൂസിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് പെർസ്പെക്റ്റീവ് വ്യൂസ്? പെർസ്പെക്റ്റീവ് വ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള വ്യൂസിനെ കുറിച്ച്, പ്രത്യേക തരത്തിലുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച്, പ്രത്യേക തരത്തിലുള്ള കൺകോണുകളിലൂടെ നമ്മൾ നോക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഒരു കാര്യം പറഞ്ഞാലും ഒരു ക്യാമറയുടെ ലെൻസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഏറ്റവും ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ സ്പെക്സ് നമ്മൾ വെക്കുമ്പോൾ, സ്പെക്ടക്കിൾസ്, കണ്ണിൽ സ്പെക്ടക്കിൾസ് പല ലെൻസസിന്റെ ഉണ്ട്. പല ലെൻസസ് എന്ന് പറയുമ്പോൾ അതിലൂടെ കാണുന്ന കാഴ്ചകൾ പലതരത്തിൽ ഡിസ്റ്റോർട്ട് ആയിരിക്കും. കോൺകേവ് ലെൻസ് ഉണ്ടാവും, കോൺവെക്സ് ലെൻസ് ഉണ്ടാവും. അപ്പം അതിലൂടെ എല്ലാം കാണുന്ന കാഴ്ചകൾ സാധാരണ കണ്ണിലൂടെ കാണുന്ന പോലെ ആയിരിക്കില്ല. അപ്പോൾ അതെല്ലാം പലതരത്തിലുള്ള വ്യൂസ് നമുക്ക് തരുന്ന ഗ്ലാസസ് ആണ്. എന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ് വ്യൂസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി കണ്ണിന്റെ തന്നെ ഒരു ലെൻസിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കണ്ണാകുന്ന ക്യാമറയുടെ അടുത്ത് കാണുന്ന വസ്തുക്കൾ ഒരു നോർമൽ വ്യൂവിലും അതിന്റെ അവിടെ നിന്ന് കണ്ണിന്റെ ആ പൊസിഷനിൽ നിന്ന് ദൂരം കൂടുന്തോറും ആ കാണുന്ന വ്യൂസിന്റെ ഡിസ്റ്റോർഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് പെർസ്പെക്റ്റീവ് വ്യൂസ് എന്ന് പറഞ്ഞാൽ. സോ പെർസ്പെക്റ്റീവ് വ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ടൈപ്സ് ഓഫ് പെർസ്പെക്റ്റീവ് വ്യൂസ് ഉണ്ട്. 1 point perspective, 2 point perspective and 3 point perspective. 1 point perspective വ്യൂവിന്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ നമുക്ക് എന്റെ ബാക്കിൽ കാണാൻ പറ്റും, ഹിയർ ഓൺ ദ വൈറ്റ് ബോർഡ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ആക്ച്വലി ഒരു റെക്ടാംഗുലർ ഷേപ്പിലുള്ള ഒരു വൈറ്റ് ബോർഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ രണ്ട് ലൈൻസ്, ഈ ലൈനും പാരലൽ ആണ്. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ കാണുന്നത് പാരലൽ ആണോ? അല്ല. അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന ഈ ലൈനും ആൻഡ് ഈ ലൈനും ആക്ച്വലി പാരലൽ ആണ്. പക്ഷെ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ പാരലൽ അല്ല. വൈ? ബിക്കോസ് ക്യാമറയുടെ ഒരു ഡിസ്റ്റോർഷൻ, പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ അവിടെ ഉള്ളത് കൊണ്ട്, ആ ഇൻഫ്ലുവൻസ് അവിടെ വരുന്നത് കൊണ്ട് ആണ് അത് ഒരു റെക്ടാംഗുലർ ഷേപ്പായിട്ട് തോന്നാത്തതും നിങ്ങൾക്ക് ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഷേപ്പായിട്ട് ഫീൽ ചെയ്യുന്നത്. സോ ഇതാണ് 1 point പെർസ്പെക്റ്റീവിന്റെ എക്സാമ്പിൾ. സോ നമുക്ക് ഈ 1 point പെർസ്പെക്റ്റീവ് എന്താണ്, 2 point പെർസ്പെക്റ്റീവ് എന്താണ്, 3 point പെർസ്പെക്റ്റീവ് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് 1 point പെർസ്പെക്റ്റീവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സ്ട്രെയിറ്റ് ലൈൻ. സോ ഇതിന് നമ്മൾ പേര് വിളിക്കും ഹൊറൈസൺ ലൈൻ. ഓക്കെ, ഞാനൊരു സ്ക്വയർ ആദ്യം വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഹൊറൈസൺ ലൈനിലുള്ള വാനിഷിംഗ് പോയിന്റിൻ്റെ തൊട്ട് മേളിലോ താഴെയോ സ്ട്രെയിറ്റ് വരാത്ത രീതിയിൽ കുറച്ച് ലെഫ്റ്റിലോ റൈറ്റിലോ ആക്കിക്കൊണ്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് പ്രൊജക്ഷൻ വരുന്ന സമയത്ത് 3 സൈഡ്സ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, സ്ക്വയർ വരച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ വരയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ക്വയറിൻ്റെ എല്ലാ പോയിൻറ്റ്സ് 4 പോയിൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. 4 പോയിൻറ്റ്സിൽ നിന്ന് 4 പോയിൻറ്റ്സിൽ നമുക്ക് 3 പോയിൻറ്റ്സ് പറയാം. 3 പോയിൻറ്റ്സിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ നേരെ വാനിഷിംഗ് പോയിന്റിലോട്ട് വരയ്ക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് പ്രൊജക്ഷൻ കിട്ടി. ഇനിയിപ്പം നമുക്ക് ഈ ഒരു സ്ക്വയറിൻ്റെ പ്രൊജക്ഷൻ എനിക്ക് എവിടം വരെ വേണം? ഇവിടം വരെ മതി. സോ ഞാൻ അവിടെ ഒരു ലൈൻ ഇടുന്നു. ഇവിടെ നിന്ന് തന്നെ ഒരു പോയിന്റിൽ നിന്ന് തന്നെ ലൈൻ അങ്ങോട്ടും വരയ്ക്കുന്നു. സോ ഐ ഗോട്ട് ദ ഷേപ്പ്. ബാക്കിയുള്ളത് ഞാൻ എറേസ് ചെയ്യുവാണ്. നോക്കിയാൽ കാണാം, കണ്ടോ? അപ്പം ഇതാണ് ഷേപ്പ്. പ്രൊജക്ഷൻ കിട്ടിയല്ലോ. അതുപോലെ അപ്പോൾ ഇതാണ് 1 point പെർസ്പെക്റ്റീവ്. ഓക്കെ, നെക്സ്റ്റ് 2 point പെർസ്പെക്റ്റീവിലോട്ട് വരാം. 2 point പെർസ്പെക്റ്റീവ്. സോ 2 point പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ ഞാനത് പെർസ്പെക്റ്റീവ് ഞാനിവിടെ വാനിഷിംഗ് പോയിന്റ് കാണാൻ വേണ്ടിയാണ് ഈ ഒരു ലൈൻ ഇവിടെ വരച്ചിരിക്കുന്നത്. നമുക്കിവിടെ 2 വാനിഷിംഗ് പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 വാനിഷിംഗ് പോയിന്റ്സ് വെച്ചിട്ട് ഞാനൊരു ഷേപ്പ് എങ്ങനെ വരയ്ക്കും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ഞാനൊരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുന്നു. അത് വേറെ കളർ കൊണ്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഞാൻ ഇവിടുന്ന് വരും. ഓക്കെ, ആൻഡ് ഓക്കെ, ഇവിടുന്ന് അതുപോലെ തന്നെ. ഓക്കെ, ആൻഡ് നൗ എവിടുന്നാണ് വരേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനൊരു ലൈൻ വരച്ചു. അതിന് പകരം ഞാൻ വരയ്ക്കേണ്ടതാണ് ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുന്നു, ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങോട്ടും വരച്ചു. അപ്പോൾ എനിക്കറിയാം ഏത് പോയിന്റിലാണ് ഇനി അടുത്ത് വരയ്ക്കാനുള്ളത്. ഓക്കെ, ഇതാ പോകുന്നു, ഇവിടുന്ന് ഇതാ ഇങ്ങോട്ടും പോയി. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഇടയ്ക്കുള്ള ആ ഒരു ഷേപ്പാണ് നമുക്ക് ഇതാണ് പ്രൊജക്ഷൻ ലൈൻസ്. അപ്പം
പ്രൊജക്ഷൻ എന്നുള്ള ഏരിയയിലുള്ള ഹാച്ചിങ് ഞാൻ കൊടുത്തിരിക്കുകയാണ്. സോ ഈ കാണുന്ന ഷേപ്പ് നമുക്ക് 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് ആണ്. കാരണം 2 വാനിഷിംഗ് പോയിന്റ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു ഷേപ്പ് വരച്ചതാണ്. സോ അതിനെ നമുക്ക് 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് കാറ്റഗറിയിലോട്ട് പെടുത്താം. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരെ ഇപ്പോൾ ഇതിനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഞാനൊരു റൂമിലിരുന്ന് അല്ലെങ്കിൽ ഞാനൊരു ഏരിയ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഞാൻ സ്ട്രെയിറ്റ് നോക്കുമ്പോൾ കാണുന്ന വ്യൂസ് എൻ്റെ ഈ ഹൊറൈസൺ ലൈനിൻ്റെ നേരെ വരും. നെക്സ്റ്റ് ഞാൻ കുറച്ച് മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ മേളിൽ എന്തെങ്കിലും ബിൽഡിങ്ങിൻ്റെ ഒരു ഇൻറ്റീരിയർ ആണെങ്കിൽ ആ ഇൻറ്റീരിയർ സീലിംഗ് ഏരിയ ആയിരിക്കും ഇതുവരെ കാണുക, സൈഡിലുള്ള ഏരിയാസ് കാണും. ആൻഡ് അവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന സോഫയോ അല്ലെങ്കിൽ ഇതുപോലെ കുഷനായിട്ടുള്ള ഒരു ചെയറിങ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങളോ ആയിരിക്കും എനിക്ക് അവിടെ കാണുന്നത്. അതായിരിക്കും ഇതുപോലെ ഇരിക്കുന്നത്. 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പം നമുക്കിവിടെ കാണുന്ന പോലെ തന്നെ 3 വാനിഷിംഗ് പോയിൻറ്റ്സ് ഉണ്ടാവും. 3 വാനിഷിംഗ് പോയിൻറ്റ്സ്. ഓക്കെ, ഇവിടെ ഒരു വാനിഷിംഗ് പോയിൻറ്റ്, ഇവിടെ ഒരു വാനിഷിംഗ് പോയിൻറ്റ് ആൻഡ് ഇവിടെ ഒരു വാനിഷിംഗ് പോയിൻറ്റ്. സോ നമുക്ക് ഒരു ഷേപ്പ് വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ആദ്യം ഒരു ലൈൻ വരച്ചു ആൻഡ് വേറൊരു കളർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ലൈൻ ഇവിടുന്ന് താഴോട്ട് വരയ്ക്കുന്നു, വേറൊരു ലൈൻ ഇങ്ങോട്ട്, ഇവിടുന്ന് മറ്റൊരു ലൈൻ ഇങ്ങോട്ട്, മറ്റൊരു ലൈൻ ഇങ്ങോട്ട്, ആൻഡ് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, ആൻഡ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ. സോ ഈ ഒരു കളർ ചേഞ്ച് ഇവിടെ വന്നേക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഏരിയാസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഷെയ്ഡ് ചെയ്ത ഏരിയാസ് പറയുമ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എറേസ് ചെയ്യുന്ന ഏരിയാസ് ശ്രദ്ധിച്ചാൽ മതി. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പ് കിട്ടി. അപ്പോൾ ഇതിനെ നമ്മൾ നോക്കുമ്പോൾ ആലോചിച്ചാൽ മതി, ഇവിടെ ഞാൻ 1 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് എടുത്ത് ചെയ്യുവാണെങ്കിലും 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് എടുത്ത് ചെയ്യുവാണെങ്കിലും ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടില്ല. ഇവിടെ ഉണ്ടോ 1 പോയിൻറ്റ് പെർസ്പെക്റ്റീവിലാണ് ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻസ് കിട്ടും. പക്ഷേ ഇവിടെ നോക്കി, ഈ ഒരു ഷേപ്പ് 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് വെച്ച് ഞാൻ വരച്ച ഈ ലൈൻ, ഈ ഒരു ഷേപ്പിന് എല്ലാ സൈഡും കണ്ടു ചെറിയ ഡിസ്റ്റോർഷൻ, ഒരു ചെറിയൊരു ബെൻഡ് ഉണ്ട്, ലൈൻസിൻ്റെ ബെൻഡ് ഉണ്ട്. 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് വെച്ച് വരയ്ക്കുവാണെങ്കിൽ നമുക്കിവിടെ ഈ സ്ട്രെയിറ്റ് ലൈൻസ് അവൈലബിൾ ആണ്. പക്ഷേ വ്യത്യാസം ഇതാണ്. ഞാനത് എക്സാമ്പിൾസിൽ കാണിച്ചു തരാം. ഓക്കെ, ഫോട്ടോഗ്രാഫിയിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ നേച്ചർ ഫോട്ടോഗ്രാഫിയിൽ ഇത് ഈ ഒരു 3 പെർസ്പെക്റ്റീവ് വ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും അറിയില്ലെങ്കിൽ പോലും ക്യാമറ ഒന്ന് നോക്കുമ്പോൾ തന്നെ ഈ 3 വ്യൂസിൻ്റെ ആംഗിൾസ് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. നമ്മളൊരു ഫോട്ടോ അത് വെച്ച് എടുക്കുകയും ചെയ്യും. ഓക്കെ, നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് 1 പോയിൻറ്റ് പെർസ്പെക്റ്റീവും 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവും 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവും എങ്ങനെ എന്ന് നോക്കാം. നമുക്കിവിടെ കാണാം 1 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് വ്യൂസിലുള്ള കുറച്ച് ഇമേജസ്. ഈ ഇമേജസിൻ്റെ വാനിഷിംഗ് പോയിൻറ്റ്സ് എവിടെയാണെന്ന് ഇപ്പോൾ കാണാമല്ലോ. അവിടെ നിന്ന് നേരെ ഹൊറൈസൺ ലൈൻ ആ വാനിഷിംഗ് പോയിൻറ്റിലൂടെ കടന്നു പോകുന്ന പോലെയാണ്. നെക്സ്റ്റ് അതിൻ്റെ പ്രൊജക്ഷൻ ലൈൻസ് കാണാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഇതിൽ വാനിഷിംഗ് പോയിൻറ്റ്സും ഹൊറൈസൺ ലൈൻസും പ്രൊജക്ഷൻ ലൈൻസും എല്ലാം ഒരുമിച്ച് കാണാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് വാനിഷിംഗ് പോയിൻറ്റ്, എവിടെയാണ് ഹൊറൈസൺ ലൈന്, പ്രൊജക്ഷൻ ലൈൻസ് എങ്ങനെ വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഈ ഒരു ഇമേജ് കാണുന്നില്ലേ, ഈ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവിനെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തൊരു ഇമേജാണ്. നമുക്ക് നോക്കാം 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് ഇമേജസിൻ്റെ പ്രൊജക്ഷൻ ലൈൻസ് എങ്ങനെ വരും എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഇമേജിൻ്റെ വാനിഷിംഗ് പോയിൻറ്റ്സ് എവിടെ വരും? 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 2 വാനിഷിംഗ് പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ടാണ് 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് വ്യൂസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ വാനിഷിംഗ് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ഇവിടെയാണ് വരിക. ഇനിയും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊജക്ഷൻ ലൈൻസ് എങ്ങനെ വരും എന്ന് നോക്കാം. പ്രൊജക്ഷൻ ലൈൻസ് നോക്കുവാണെങ്കിൽ കണ്ടില്ലേ, ഇതുപോലെ 2 വാനിഷിംഗ് പോയിൻറ്റ്സിൽ നിന്ന് മുന്നോട്ട് പോകുന്ന പ്രൊജക്ഷൻ ലൈൻസ് ഉള്ളിലോട്ട് ഈ ഒരു ബിൽഡിംഗ് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന കണ്ടില്ലേ. നെക്സ്റ്റ് നമുക്ക് ഒരു 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് വ്യൂ പറയാൻ വേണ്ടിയാണ് ഈ ഇമേജ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കതിൻ്റെ പ്രൊജക്ഷൻ ലൈൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയണം. കണ്ടില്ലേ, ഇവിടെ ടിൽറ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്ന കുറച്ച് ലൈൻസ് ആണുള്ളത്. സ്ട്രെയിറ്റ് ആയിട്ട് ഹൊറിസോണ്ടലി വെർട്ടിക്കലി ഉള്ള ലൈൻസ് നമുക്കിവിടെ 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് വ്യൂവിൽ കിട്ടില്ല. അതിനെ കുറച്ചുകൂടി ഒന്ന് പുഷ് ചെയ്ത് പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ ഒരു ഗ്രിഡ് ലൈൻ ഇട്ടിരിക്കുന്നത്. ഗ്രിഡ് ലൈൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം വെർട്ടിക്കലി ഹൊറിസോണ്ടലി ലൈൻസ് വെച്ചാണല്ലോ ഗ്രിഡ് ലൈൻസ് ക്രിയേറ്റ് ആയിരിക്കുന്നത്, കോളം പോലെ. അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനുള്ളിലുള്ള യെല്ലോ ലൈൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ടിൽറ്റിങ് എത്രയുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ കാണാവുന്നത് ഈ ഒരു ഇമേജിൻ്റെ ഫസ്റ്റ്
വാനിഷിംഗ് പോയിന്റിൽ നിന്നുള്ള പ്രൊജക്ഷൻസ് ആണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ കാണുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് സെക്കൻഡ് വാനിഷിംഗ് പോയിന്റിൽ നിന്നുള്ള പ്രൊജക്ഷൻ ലൈൻസ് ആണ്. ഇതാ ഇപ്പോൾ നമുക്ക് കാണാം തേർഡ് വാനിഷിംഗ് പോയിന്റിൽ നിന്നുള്ള പ്രൊജക്ഷൻ ലൈൻസ്. അപ്പോൾ ഇനി വാനിഷിംഗ് പോയിന്റിലൂടെ നമുക്ക് നോക്കാം. വാനിഷിംഗ് പോയിന്റ്സ് പെർഫെക്റ്റ്ലി നമുക്കിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ 3 വാനിഷിംഗ് പോയിന്റിൽ നിന്ന് വരുന്ന വ്യൂസ് കണ്ടില്ലേ. ഈ ഒരു ഫോട്ടോയിലുള്ള പ്രൊജക്ഷൻസ് കാണുമ്പോൾ നമുക്ക് വാനിഷിംഗ് പോയിന്റ്സ് ഇവിടെയാണെന്ന് നോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഇമേജ് ഇതുപോലെ ഒരു 3 പെർസ്പെക്റ്റീവിൽ വരയ്ക്കുമ്പോൾ മിക്കവാറും കോമിക് ബുക്സിലൊക്കെ കാണാവുന്നതാണ്. ഇതുപോലത്തെ പ്രൊജക്ഷൻസ് ഒക്കെ കാണാം. സൂപ്പർമാൻ, സ്പൈഡർമാൻ കോമിക്സിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. കാരണം ഇതുപോലെ അവരുടെ ആ ഒരു സൂപ്പർമാൻ ആണെങ്കിലും പറക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ബേർഡ് ഐ വ്യൂവിൽ നിന്നുള്ള ഒരു സിറ്റിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രൊജക്ഷൻസിലുള്ള കാര്യങ്ങൾ സിറ്റി ബിൽഡിങ്സ് ഒക്കെ വരയ്ക്കണമെങ്കിൽ 3 പെർസ്പെക്റ്റീവ് വ്യൂവിൻ്റെ റൂൾസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലത്തെ ബിൽഡിങ്സ് വരച്ചെടുക്കാൻ പറ്റും. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ. കണ്ടില്ലേ പ്രൊജക്ഷൻ ലൈൻസ്, വാനിഷിംഗ് പോയിൻറ്റ്സ്, പിന്നെ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഹൊറൈസൺ ലൈനെ ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. ഹൊറൈസൺ ലൈൻ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിൻലി വരുന്നില്ല. ആക്ച്വലി നമുക്ക് നോക്കാം, കണ്ടാൽ അറിയാൻ പറ്റും. ഹൊറൈസൺ ലൈൻ ഏറ്റവും മേളിലാണ്. ഈ ഇമേജിൽ നോക്കുമ്പോഴത്തേക്ക് മേളിൽ ആ ഒരു ലൈൻ കണ്ടോ, ബിൽഡിങ്ങിൻ്റെ എല്ലാം മേളിലാണ്. കാരണം അതിൻ്റെ വ്യൂ അങ്ങനെയാണ്. നമ്മൾ മേളിൽ നിന്ന് മീൻസ് സ്കൈയിൽ നിന്ന് നോക്കുമ്പം ഹൊറൈസൺ ലൈൻ അതുപോലെ തന്നെ ഏറ്റവും മേളിൽ നിൽക്കുന്നുണ്ട്. ബിൽഡിങ്സിൻ്റെ വ്യൂസും നമ്മൾ കാണുന്ന വ്യൂസ് എല്ലാം താഴെ എന്ന രീതിയിലായിരിക്കും ഒരു ഫോട്ടോ എടുക്കുമ്പോഴോ ഒരു ഇമേജ് വരയ്ക്കുമ്പോഴോ കാണുക. അപ്പോൾ ഒരു 3D സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് പെർസ്പെക്റ്റീവ് വ്യൂസിൻ്റെ എക്സ്പീരിയൻസ് തന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 3D വേൾഡിലോട്ട് വന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണുന്നത് ഒരു സ്ക്വയർ കാണാം. പക്ഷേ ആക്ച്വലി അതൊരു സ്ക്വയർ അല്ല, അതൊരു ക്യൂബാണ്. ക്യൂബ്. ഓക്കെ, ഇതൊരു ക്യൂബാണ്. സോ ഞാനതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ആ കോപ്പി എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അടിവശം കാണാൻ പറ്റുന്നുണ്ട്. ആ കോപ്പി എടുത്തതിൻ്റെ ഞാൻ ആ കോപ്പിയെ ഞാൻ കുറച്ച് റൈറ്റിലോട്ട് മാറ്റുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കണ്ടോ, മറ്റൊരു സൈഡ് കാണുന്ന കണ്ടോ. ഞാൻ അതിൻ്റെ ഒരു കോപ്പി വീണ്ടും എടുക്കുന്നു. ആ കോപ്പി ഞാൻ ഇങ്ങോട്ട് നീക്കി വെക്കുന്നു ലെഫ്റ്റിലോട്ട്. അതിൻ്റെ പ്രൊജക്ഷൻ കാണുന്നില്ലേ. ആൻഡ് അറ്റ് ദ സെയിം ടൈം അതിൻ്റെ മറ്റൊരു കോപ്പി എടുത്തിട്ട് ഞാൻ താഴോട്ട് നീക്കി വെക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടോ, കാണുന്നില്ലേ ആ ഡിഫറൻസ്. ഞാനത് മേളിലോട്ട് കൊണ്ടുപോകും തോറും അതിൻ്റെ ആ ഒരു മേളിലത്തെ വ്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സൈഡിലോട്ട് കൊണ്ടുവന്നാൽ അതിന് സൈഡ് വ്യൂവും പോയി. സൈഡിലോട്ട് കൂടുതൽ സെൻറ്ററിൽ നിന്ന് സൈഡിലോട്ട് പോകും തോറും അതിൻ്റെ ഒരു സൈഡ് കാണാൻ പറ്റും. അതായത് ഈ പ്രൊജക്ഷൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരു സ്ട്രെയിറ്റ് വ്യൂവിൽ ഒരു സാധനത്തെ നോക്കിയിരിക്കുമ്പോൾ, ഞാനൊരു സ്ട്രെയിറ്റ് വ്യൂവിൽ ഒരു ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ അത് ഇതുപോലെ ആയിരിക്കും കാണുന്നത്. സ്ട്രെയിറ്റ് വ്യൂ ആയിരിക്കും. സ്ട്രെയിറ്റ് വ്യൂവിൽ അതിൻ്റെ ഒരു സൈഡും എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ലെഫ്റ്റും റൈറ്റും ഒന്ന് നോക്കുമ്പോൾ ആ ലെഫ്റ്റും റൈറ്റ് കോർണേഴ്സിലുള്ള ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻസ് ഇതുപോലെ ആയിരിക്കും. സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ ബേസിക്കലി പറയുമ്പോൾ ഇതുപോലെ അതിൻ്റെ സൈഡ്സ് കാണാൻ പറ്റും. എനിക്ക് 3 സൈഡ്സ് നമുക്ക് ഡെഫിനറ്റ്ലി കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രൊജക്ഷൻസ് ഇപ്പോൾ ഇതെല്ലാം ആക്ച്വലി പറഞ്ഞാൽ 1 പോയിന്റ് പെർസ്പെക്റ്റീവ് വ്യൂവിൻ്റെ ഒരു എക്സാമ്പിളാണ്. കാരണം ഇവിടുന്നെല്ലാം ആ ലൈൻ, ഇവിടുന്ന് ഈ ചരിഞ്ഞ ലൈൻസ് വന്ന് അവസാനിക്കുന്നത് ഈ ഒരു പോയിന്റിലോട്ടാണ്. ഇവിടെ വേണം ഈ സെൻറ്റർ പോയിന്റ് നമുക്ക് വാനിഷിംഗ് പോയിന്റ് ആയിട്ട് അസ്യൂം ചെയ്യാം ഇവിടെ. ഓക്കെ, ഇവിടെ കിട്ടിയല്ലോ. അപ്പോൾ എല്ലാവർക്കും പെർസ്പെക്റ്റീവ് വ്യൂസിനെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ഇടുക. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.